ഇന്ന് ഞായറാഴ്ചത്തെ വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഞായറാഴ്ച ഇന്ന് ബീഫോ ചിക്കനോ ഒന്നുമല്ല, ഇവിടെ ചെറുപയറും പുട്ടുമുണ്ട്. ഏറ്റവും എളുപ്പമുള്ള പണിയാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റിലൊന്നാണ് ഈ ചെറുപയറും പുട്ടും ഒക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളുടെ ഇവിടെ തൊടിയിലെ കുറച്ച് ഇതൊക്കെ നമുക്ക് കാണിക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ആ ചെടിയൊക്കെ വാങ്ങിച്ചില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഞായറാഴ്ച അവധി ദിവസമായിരുന്നു. പിള്ളേരും പിന്നെ എനിക്ക് കൂട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ ഒപ്പം ഇതൊക്കെ കുഴിച്ചിടുകയും ഇതൊക്കെ ചെയ്യാൻ കരുതിയിരിക്കുകയാണ്. പിള്ളേർ എപ്പോഴും പഠിച്ചുകൊണ്ടിരുന്നാലും എങ്ങനെ അമ്മൂന് എക്സാമൊക്കെയാണ്, കാര്യം ശരിയൊക്കെയാണ്. പക്ഷേ നമ്മൾ പിള്ളേരെ എപ്പോഴും ഇങ്ങനെ പുസ്തക പുഴുക്കളുമായിട്ടും എപ്പോഴും പഠിക്കുന്ന ഒരു മൈൻഡുമാക്കി വളർത്താതെ കുറേയൊക്കെ നമുക്ക് പിള്ളേരെ എങ്ങനെ എൻജോയ് ചെയ്യിപ്പിച്ച് പുറത്തേക്കൊക്കെ ഇറങ്ങി ഇതൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ അവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവർ പഠിക്കാൻ വേണ്ടിയൊക്കെ ഇരിക്കും, പഠിക്കും. പക്ഷേ ഇടവേളകളിൽ അവർ ഫോൺ നോക്കാനുള്ള ടെൻഡൻസിയും അവർക്ക് കൂടുതലായിട്ട് വരും. അപ്പോൾ നമ്മളിങ്ങനെ ഈ പുറത്തേക്ക് കിടന്ന് ഇങ്ങനെ അവർ ഓരോന്നൊക്കെ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുകയാണെങ്കിൽ അവർക്കും മനസ്സിനൊരു ഹാപ്പി ആയിരിക്കും, നമ്മൾക്കും ഒരു സന്തോഷമായിരിക്കും കേട്ടോ പിള്ളേരുടെ ഒപ്പമൊക്കെ. അപ്പോൾ നമ്മൾ അന്ന് കഴിഞ്ഞ ദിവസം അമ്മൂൻ്റെ കോളേജിൽ പോയി വന്നപ്പോൾ മേടിച്ചു കൊണ്ടുവന്ന ചെടികളും ഇതൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച, ഇന്ന് ഞങ്ങൾ പുറത്തെങ്ങും പോകാത്തൊരു ഞായറാഴ്ചയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഈ ചെടികളൊക്കെ കുഴിച്ചിടാമെന്നായിരുന്നു. അപ്പോൾ ഉണ്ണിയും കുറേ സമയമുണ്ട് കേട്ടോ. രാവിലെ ഒടുങ്ങി എന്നെ വിളിക്കണതാ, നമുക്ക് ചെടി കുഴിച്ചിടാമെന്ന്. പക്ഷേ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ രാവിലെ തന്നെ പിന്നെ വീട്ടിലെ പണികളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ചെയ്യണം. വീട്ടിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞായറാഴ്ച കാരണം ബീഫ് രാവിലെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഞാൻ ഇന്നൊരു തേങ്ങാച്ചോറും പരിപ്പ് കറിയും പപ്പടമൊക്കെ ആകാമെന്ന് കരുതി. അപ്പോൾ അത് ഞാൻ വീഡിയോ ഒന്നും പിടിച്ചില്ല കേട്ടോ. കാരണം എനിക്ക് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അതൊക്കെ ചെടി കുഴിച്ചിടാനൊക്കെ വേണ്ടി അവർ പിള്ളേരും വെയിറ്റ് ചെയ്യണ കാരണം ഞാൻ വേഗം അങ്ങ് കുക്കറിൽ തേങ്ങാച്ചോറുണ്ടാക്കി, പിന്നെ ബീഫ് കറി ഉണ്ടാക്കി, പിന്നെ കുറച്ച് ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി ഒന്ന് വേവിച്ച് മാറ്റി വെച്ചിരുന്നിട്ടാണ്. അപ്പം അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഒരു ഉച്ച സമയമായിട്ടുണ്ട്. ആ സമയത്താണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടാണെങ്കിൽ മഴക്കാറും ഇതൊക്കെ ഉണ്ട്, വെയിലൊന്നും കാണുന്നില്ല. അപ്പം നമുക്ക് എല്ലാ സമയവും ഒരുപോലെയാണ് ഇപ്പോൾ ഇരിക്കണ നേരം വെളുക്കുമ്പോൾ. അപ്പോൾ ഞങ്ങളിതിവിടെ പഴയ ചട്ടികളൊക്കെ ഇങ്ങനെ പൊടിയൊക്കെ കെട്ടിയെടുത്ത് കുഴിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മുളകിൻ്റെ തൈയൊക്കെ ഉണ്ടായത് അങ്ങ് അപ്പുറത്ത് കുഴിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പിള്ളേരെ നമ്മളെപ്പോഴും ഇങ്ങനെ എൻജോയ് ചെയ്ത് അവർക്കും മനസ്സിനൊരു സന്തോഷമുണ്ട് ഇങ്ങനെ കുഴിച്ചിടുമ്പോഴും. ഇങ്ങനെ അവർ കുഴിച്ചിട്ടെന്നുള്ളൊരു പേരിന് അങ്ങനെ ചെടിയുമ്പോൾ പൂവുണ്ടാവുക ഇതൊക്കെ കാണുമ്പോഴും അവർക്കും ഭയങ്കര ഹാപ്പി ആയിരിക്കും. എക്സാം തുടങ്ങേണ്ട, അപ്പോൾ അതിന് ഒരെണ്ണം കൂടിയാണ് ഇന്നിനിപ്പോൾ എങ്ങും പോകണില്ല എന്ന് തീരുമാനിച്ചത്. അപ്പോൾ അവൻ വൈകിട്ടൊക്കെ അവൻ ചില സമയങ്ങളിലുണ്ട്, ആ ഒരു സമയത്തൊക്കെയാണ് അവൻ പഠിക്കുള്ളൂ. പിന്നെ കൂടുതൽ എക്സാമിൻ്റെ ഒരു സമയമാകുമ്പോഴാണ് പഠിക്കാനും ഇരിക്കും. അപ്പോൾ പിന്നെ ഞാനും പിന്നെ ഇങ്ങനെ നമ്മൾ കുട്ടികളെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിൽ കാര്യമില്ലല്ലോ. എപ്പോഴും പഠിക്കില്ല എന്നിങ്ങനെയൊക്കെ ഒന്നും പറഞ്ഞു തന്നിട്ട് കാര്യമില്ലല്ലോ. പിള്ളേർക്ക് അവരുടേതായ കുറച്ച് കാഴ്ചപ്പാടും ഇതൊക്കെ അവർക്കും ഉണ്ടാകും. അപ്പോൾ നമ്മളെപ്പോഴും അവർക്ക് പറ്റുന്ന, ഇപ്പോൾ ഒരു കുട്ടിക്ക് പഠനത്തിലാണെങ്കിൽ ഒരു കുട്ടിക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും കഴിയും. അങ്ങനെ പല പല ഇഷ്ടങ്ങളായിരിക്കുമല്ലോ പിള്ളേർക്ക്. പിന്നെ പോരാത്തതിന് പെൺകുട്ടികളൊക്കെ ആകുമ്പോൾ എങ്ങനെ ഇരുന്ന് കുറേ സമയം ഇരുന്ന് എക്സാം ആകുമ്പോൾ ഇരുന്ന് പഠിക്കും. പക്ഷേ ആൺകുട്ടികൾ അധിക സമയമൊന്നും ഇരുന്ന് പഠിച്ചില്ലെങ്കിലും പക്ഷേ എക്സാമിന് കുറച്ച് മാർക്കൊക്കെ അവർ സ്കോർ ചെയ്യും കേട്ടോ. അങ്ങനെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ കുട്ടികളെ എപ്പോഴും മറ്റു കുട്ടികളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക കേട്ടോ. നമ്മൾ ചെറിയതിലെ തന്നെ നമുക്ക് പിള്ളേരെ കുഞ്ഞുവാവേ ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് പിള്ളേർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ നമ്മൾ കുറച്ച് ഒരു 9ാം ക്ലാസ്സിലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, 9ലൊക്കെ ആകുന്ന ഒരു പ്രായമാകുമ്പോൾ നമുക്ക് കുട്ടികളെ നമ്മളുടെ ഒരു ഫ്രണ്ട്സിനെ പോലെ തന്നെ നമുക്ക് കൂടെ കൊണ്ടെടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാട്ടെ. അത് അവർക്കും കൂടുതൽ താല്പര്യമായിരിക്കും. ഇപ്പോഴും സ്കൂളുകളിലൊക്കെ പല അധ്യാപകരും ഇതൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ, പിള്ളേരുടെ മനസ്സറിയാത്ത അധ്യാപകരും ഇതൊക്കെയാണ് കൂടുതലും ഇന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് എനിക്ക് തോന്നുന്നു കേവലം ഒരു തിയറിയുടെ ഇത് മാത്രമുള്ള എല്ലാവരും അല്ല, പല ടൈപ്പാണല്ലോ. പല അധ്യാപകരും ഇങ്ങനെ കുട്ടികളെ ഇങ്ങനെ താരതമ്യം ചെയ്യാറുണ്ട് കേട്ടോ. കുട്ടികളെ കൂടുതലും ഇങ്ങനെ പെൺകുട്ടികളെ എല്ലാ ക്ലാസ്സിലും ഇങ്ങനെ മര്യാദക്ക് ഇരുന്ന് പഠിക്കുക ഇതൊക്കെ ചെയ്യും. പക്ഷേ അതൊക്കെ വെച്ചിട്ട് ആൺകുട്ടികളെ താരതമ്യം ചെയ്തിട്ടൊന്നും കാര്യമില്ല. കുട്ടികൾ പല തരത്തിലുള്ള, പ്രത്യേകിച്ച് ആൺകുട്ടികളും പെൺകുട്ടികളും ഡിഫറെൻറ്റ് ക്യാരക്ടറായിരിക്കും. പിന്നെ അവർ വളർന്നു വരുന്ന രീതി അനുസരിച്ച് പല ക്യാരക്ടറായിരിക്കും. പലർക്കും പല ഇതാണ്. ചിലർക്ക് പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അങ്ങനെ തന്നെ ഇരിക്കും. അബ്ദുൽ കലാം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ, ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്നവരായിരിക്കും നാളത്തെ നേതാവെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നേതാവെന്ന് വെച്ചാൽ നമ്മൾ രാഷ്ട്രീയ ഒരു ഇതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാ തരത്തിലും ഇത് മിക്കപ്പോഴും നല്ല രീതിയിൽ പോകുന്നത് ബാക്ക് ബെഞ്ചിൽ ഇരുന്ന് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനായിരിക്കും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. പലപ്പോഴും അതൊക്കെ ജീവിതത്തിൽ വിജയിക്കുന്നവർ കൂടുതലും അങ്ങനെ ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്നവരാണെന്ന് തോന്നുന്നു. പക്ഷേ കുട്ടികൾ ഒരിക്കലും ഇങ്ങനെ അധ്യാപകരാണെങ്കിലും ഇങ്ങനെ കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. നമ്മളുടെ അടുത്ത് കുട്ടികൾ ഉണ്ടാവുന്നത് വളരെ കുറച്ച് സമയമാണ് നമ്മുടെ അടുത്തുണ്ടാവുള്ളൂ. കൂടുതൽ സമയവും അധ്യാപകരുടെ അടുത്താണ് കുട്ടികൾ. അവരാണ് കുട്ടികളുടെ ക്യാരക്ടറും ഇതൊക്കെ കുറേയൊക്കെ അവരുടെ ഇതനുസരിച്ച് മാറ്റം വരുത്തേണ്ടതാണ് വരും കേട്ടോ കുട്ടികൾ.
പിന്നെ നമ്മുടെ പിള്ളേരുടെ അടുത്ത് നമ്മളെപ്പോഴും നമ്മളുടെ ഞങ്ങളങ്ങനെയായിരുന്നു, ഞാൻ വളർന്നു വന്നത് അങ്ങനെയായിരുന്നു, ആ രീതിയിൽ വളർന്നു വന്നത് എന്നൊക്കെ ഇപ്പോഴത്തെ പിള്ളേരുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. നമ്മൾ പല രീതിയിലും ചിലപ്പോൾ കഷ്ടപ്പാടിലൂടെ ഇതൊക്കെ ആയിരിക്കും വളർന്നു വന്നത്. പിന്നെ ഇപ്പോൾ അധ്യാപകരാണെങ്കിൽ തന്നെ പണ്ടൊക്കെ ആണെങ്കിൽ അങ്ങനെ ആയേനെ ഇങ്ങനെ ആയേനെ പഴയ രീതിയിലേക്ക് തിരിച്ചു പോകുന്ന രീതിയിൽ സംസാരിക്കുന്ന അധ്യാപകരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഒരുപാട് മാറ്റി ചിന്തിക്കേണ്ടതുണ്ട്. കുട്ടികളെ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് അവരെപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തിയും ഇതൊക്കെ ചെയ്ത് നിൽക്കാതെ അവർ ചെറിയ എന്തെങ്കിലും ഒരു ഇതിന് ആൻസർ പറയുക ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്തെടുക്കുക. അത് ആ കുട്ടികൾക്ക് വളരെ പ്രചോദനമായിരിക്കും കേട്ടോ. ചില പിള്ളേരെ കണ്ടിട്ടുണ്ട്, നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇങ്ങോട്ട് സ്നേഹിക്കുന്ന ടീച്ചർമാരുടെ വിഷയം നമ്മൾ എത്ര ടഫാണെങ്കിലും നന്നായി പഠിക്കാൻ ശ്രമിക്കും കേട്ടോ. അപ്പോൾ ആ ടീച്ചർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ശരിക്കും പഠിക്കണമെന്നുള്ള ഇത് ആ പിള്ളേർക്കും വരും. പിള്ളേരെ തളർത്താനല്ലല്ലോ നമ്മളെപ്പോഴും സ്കൂളിലൊക്കെ പറഞ്ഞയക്കുന്നത്. അപ്പോൾ പിള്ളേരെ എല്ലാ തരത്തിലും ഉണർത്തി എല്ലാ പിള്ളേരെയും ഒരേ രീതിയിൽ തന്നെ കാണുക, പല രീതിയിലും കാണുക. ഇപ്പം തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ ക്ലാസ്സിൽ. പിന്നെ ഇപ്പോൾ ഉള്ള അധ്യാപകർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ടീച്ചേഴ്സ് ഡേക്ക്, ബർത്ത്ഡേക്കൊക്കെ പിള്ളേരുടെ അടുത്ത് നിന്ന് ഗിഫ്റ്റ് വാങ്ങിക്കുന്ന രീതിയിൽ അധ്യാപകർ, അതൊക്കെ ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി കുറേയൊക്കെ തടയിടാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ പിള്ളേരുടെ അടുത്തുനിന്ന് ഇങ്ങനെ ഗിഫ്റ്റൊന്നും കൈപ്പറ്റാതിരിക്കുക. അപ്പോൾ ടീച്ചർമാരുടെ ഭാഗത്തു നിന്നും ചെറിയ ഇതുണ്ടാവും കേട്ടോ. തന്ന കുട്ടികളെ ഒന്ന് അവർ പ്രത്യേകമായിട്ട് കെയർ ചെയ്യുക. തരാത്ത കുട്ടികളുടെ പലരും പല ഒരു സാമ്പത്തിക സ്ഥിതിയിൽ നിന്ന് വരുന്നതാണല്ലോ. അപ്പോൾ അവർ ചിലർ തന്നവരെ കൂടുതലായിട്ട് അവരുടെ ഇതൊക്കെ എടുത്ത് ഫോട്ടോയും ഇതൊക്കെ എടുത്ത് അവർ തന്ന പ്രസൻറ്റേഷൻ ഇതൊക്കെ ഗിഫ്റ്റൊക്കെ എടുത്തിട്ട് സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ വയ്ക്കുക. ഇതൊക്കെ കാണുമ്പോൾ അപ്പോൾ കൊടുക്കാത്ത കുട്ടികൾക്ക് ഒരുപക്ഷെ അതിന് പൈസ ഉണ്ടായിട്ട് ചിലപ്പോൾ കൊടുക്കാൻ വിട്ടതാവാം, കൊണ്ടുപോയി കൊടുക്കാത്തത് ഇതൊക്കെ ആവാം. പക്ഷേ പിള്ളേരുടെ ആ ചെറിയ മനസ്സ് വേദനിക്കുന്നുണ്ട് ഈ ഭക്ഷാവേദം കാണിക്കുമ്പോൾ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ അധ്യാപകരൊന്നും പിള്ളേരുടെ അടുത്തുനിന്ന് ഇങ്ങനെയുള്ള ഇതൊക്കെ കൂടുതലും വാങ്ങിക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ അതിങ്ങനെ സ്റ്റാറ്റസ് ഇടുന്നതിലും സ്റ്റോറി ഇടുന്നതിലൊക്കെ അതൊക്കെ കുറേ മാറ്റങ്ങൾ വരണം കേട്ടോ. പിള്ളേരെ ആ ഒരു രീതിയിലൊക്കെ രണ്ടും തരത്തിൽ കാണുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ പിള്ളേർക്കും അവരുടേതായ ഒരു പേഴ്സണാലിറ്റിയും അവരുടെ ഇതുമൊക്കെ ഉണ്ട്. അവരെ മറ്റുള്ള പിള്ളേരുടെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുകയും ഇതൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ആ മനസ്സും വേദനിക്കും. അപ്പോൾ നമ്മളെല്ലാവരും നമ്മളുടെ കുട്ടികൾ നല്ല രീതിയിൽ വളരാനും നല്ല പേഴ്സണാലിറ്റി ആകാനും ഒക്കെയാണല്ലോ നമ്മൾ സ്കൂളിൽ വിടുന്നത്. അപ്പോൾ അധ്യാപകരൊക്കെ അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ പ്രത്യേകിച്ച് കൂടുതൽ ശ്രദ്ധിക്കുക. കുട്ടികളെ എല്ലാവരും ഒരേ രീതിയിൽ കാണാകയും അതുപോലെ സ്കൂളിലെ ആനുവൽ ഡേക്കൊക്കെ എല്ലാ പിള്ളേരുടെ അടുത്തും പൈസ ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ എല്ലാ പിള്ളേരെയും ഇതിൽ പങ്കെടുപ്പിക്കാൻ നോക്കാം. പിന്നെ ആയിട്ടുള്ള ക്യാഷ് വരുന്നതൊക്കെ എല്ലാവരുടെ അടുത്തൊന്നും ഒരേ മിനിമം രീതിയിൽ വാങ്ങിക്കുക. ആ ഒരു രീതിയൊക്കെ ചെയ്യുകയാണെങ്കിൽ എല്ലാ കുട്ടികൾക്കും പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കാനായിട്ട് സാധിക്കും. എല്ലാ കുട്ടികൾക്കും അവരുടേതായ ആഗ്രഹം ഉണ്ടാവില്ല. പിന്നെ വീട്ടിൽ ഇപ്പോൾ ഈ അടുത്ത് കണ്ടില്ല, ഒരു കുട്ടിക്ക് ടൂർ പോകാൻ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ അത് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ഒരു സംഭവം വേദനയോടെ ഓർക്കേണ്ട. അപ്പോൾ ഈ അധ്യാപകർക്കും കൂടെയുള്ള എല്ലാവർക്കും ടൂർ പോകാൻ ഈ പാവപ്പെട്ട കുട്ടികളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് ടൂർ പോകുന്ന ആ ഒരു രീതി, അതെല്ലാം കുറേയൊക്കെ മാറ്റമാണ്. കാര്യം കുട്ടികൾ നോക്കുന്നത് നല്ലൊരു പണി തന്നെയാണ് എപ്പോഴും. പക്ഷേ എന്നാലും അത് എല്ലാവരും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. കുട്ടികൾ പല വീട്ടിൽ നിന്നും പല സാമ്പത്തിക സ്ഥിതിയിൽ നിന്നും വരുന്നവരാണ്. പക്ഷേ എല്ലാവരെയും എല്ലാ പരിപാടിയിലും പങ്കെടുപ്പിക്കാനും ഒക്കെ നോക്കുക. ഒരേപോലെ തന്നെ കൂടുതൽ പൈസയൊക്കെ പിള്ളേരുടെ അടുത്തുനിന്ന് വാങ്ങിക്കാതെ ഒരേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുക. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവിടെ വാഴയൊക്കെ വെട്ടിയിട്ട് നല്ല ചോലയായ കാരണം അവിടുത്തെ വാഴയൊക്കെ കുറച്ച് വെട്ടിക്കളയേണ്ടി വന്നു. അപ്പോൾ അത് പിന്നെ പപ്പായ പൊട്ടിച്ചത്, പിന്നെ അവിടെ തെങ്ങിൻ്റെ തേങ്ങ കിടന്ന്, തേങ്ങ കുറേ ആയി തോന്നുന്നു അവിടെ ചാടിക്കിടക്കണം. അങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് എടുത്ത് അകത്തേക്ക് കൊണ്ടുവരാനുള്ളതുണ്ടാവും. ഇനിയിപ്പോൾ 2-3 ദിവസത്തേക്കുള്ള ഈ വാഴയിലയും വെട്ടിയെടുത്തിട്ടാണ് ഞാൻ കയറിയത്. കളയാൻ നേരത്ത് നോക്കിയപ്പോൾ നല്ല വാഴയില, ഇടയ്ക്ക് വെട്ടാൻ വേണ്ടി നോക്കുമ്പോൾ ഇങ്ങനത്തേക്ക് കിട്ടണമെന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ സമയം വൈകുന്നേരമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലഞ്ച് കഴിച്ചിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ലഞ്ചൊക്കെ കഴിക്കണം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പം ഞാനിതിവിടെ പറയണ്ടായ കാരണം ഒരുപാട് പാവപ്പെട്ട കുട്ടികൾ പല രീതിയിലും അവരുടെ കുഞ്ഞു മനസ്സൊക്കെ വേദനിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും വെച്ച്. കഴിഞ്ഞ ദിവസമൊക്കെ കുറച്ച് മുൻപ് പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു, വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചതൊക്കെ സ്കൂളിൽ കുട്ടികളോട് കാണിക്കുന്ന വിവേചനവും കാര്യങ്ങളും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, ഓരോന്ന് ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ എന്നേ വരേണ്ടതായിരുന്നു, മാറ്റപ്പെടേണ്ടതായിരുന്നു എന്നൊക്കെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കേണ്ട. അപ്പോൾ എന്തുകൊണ്ടും നല്ല ഒരു കാര്യം തന്നെയാണ് മന്ത്രി നിലവിൽ കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യാണ്.